നമസ്കാരം. എസ് ടി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സെം4 എക്കണോമിക്സിലെ സെക്കൻഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് സെക്കൻഡ് മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. എസ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിലോ അതുപോലെ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമാണെങ്കിലോ ഒക്കെ എസ് ടി അക്കാഡമിയുടെ ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഫിലിപ്സ് കർവ്. ഇത് നമ്മുടെ സെം4 എക്കണോമിക്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫിലിപ്സ് കർവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിലിപ്സ് കർവ് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണുള്ളത്. ഷോർട്ട് റൺ ഫിലിപ്സ് കർവും അതുപോലെ ലോങ് റൺ ഫിലിപ്സ് കർവും. ഇന്ന് നമ്മൾ ഷോർട്ട് റൺ ഫിലിപ്സ് കർവിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് എന്താണ് ഫിലിപ്സ് കർവ് എന്ന് നോക്കാം. British economist A.W. Philip developed this theory in 1958. 1958 ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയ A.W. ഫിലിപ്പാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹിസ് സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മണി വേജസ് ഇൻ ദ UK ഫ്രം 1861 to 1957. 1861 1957 പീരീഡില് UK-യിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റും അതുപോലെ മണി വേജസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മണി വേജസ് ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു സ്റ്റഡി നടത്തുകയുണ്ടായി. എന്താണ് പറയുന്നത്? 1861 1957 പീരീഡില് UK-യിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റും അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മണി വേജസ് ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സ്റ്റഡി നടത്തുകയുണ്ടായി. ഈ സ്റ്റഡിയുടെ ബേസിസിലാണ് അദ്ദേഹം ഫിലിപ്സ് കർവ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നു ഈ സ്റ്റഡിയുടെ എയിംസ്? UK's ഇൻഫ്ലേഷൻ വെദർ കോസ്റ്റ് പുഷ് ഓർ ഡിമാൻഡ് പുഷ്. UK-യിലുള്ള ഇൻഫ്ലേഷൻ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആണോ അതോ ഡിമാൻഡ് പുഷ് ഇൻഫ്ലേഷൻ ആണോ? അത് തിരിച്ചറിയുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ എയിം. ഇനി രണ്ടാമത്തെ എയിം എന്താണ്? മോണിറ്ററി പോളിസി ഓർ ഫിസ്ക്കൽ പോളിസി വിച്ച് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ കൺട്രോളിംഗ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് മോണിറ്ററി പോളിസി ആണോ ഫിസ്ക്കൽ പോളിസി ആണോ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്? അപ്പൊ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റഡിയുടെ എയിംസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫിലിപ്സ് കർവ് എന്ന് നോക്കാം. ദ ഒറിജിനൽ ഫിലിപ്സ് കർവ് ഡെപ്പിക്ട്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മണി വേജ് വാല്യൂസ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്സ്. ഒറിജിനൽ ഫിലിപ്സ് കർവ് എന്താണ് ഡെപ്പിക്ട് ചെയ്യുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മണി വേജ് വാല്യൂസ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. മണി വേജ് വാല്യൂസും അൺഎംപ്ലോയ്മെന്റ് റേറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് ഒറിജിനൽ ഫിലിപ്സ് കർവ് ഡെപ്പിക്ട് ചെയ്യുന്നത്. ഇവിടെ മണി വേജ് വാല്യൂസ് അതുപോലെ മണി വേജ് റേറ്റ് എന്നൊക്കെ ഞാൻ പറയുന്നത് ഇൻഫ്ലേഷൻ ആണ് കേട്ടോ. The original Phillips curve depicts the relationship between unemployment rate and money wage rate. Unemployment rate money wage rate തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് ഒറിജിനൽ ഫിലിപ്സ് കർവ് ഡെപ്പിക്ട് ചെയ്യുന്നത്. മോഡിഫൈഡ് ഫിലിപ്സ് കർവ് ഷോസ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. മോഡിഫൈഡ് ആയിട്ടുള്ള ഫിലിപ്സ് കർവ് എന്താണ് കാണിക്കുന്നത്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് മോഡിഫൈഡ് ഫിലിപ്സ് കർവ് കാണിക്കുന്നത്. അപ്പോൾ ആ പിക്ചർ കണ്ടായിരുന്നോ? അതിൽ ഒറിജിനൽ ഫിലിപ്സ് കർവും കാണിച്ചിട്ടുണ്ട്, മോഡിഫൈഡ് ഫിലിപ്സ് കർവും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം രണ്ട് ഗ്രാഫും സെയിം ആണ് അല്ലെ. ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഒറിജിനൽ ഫിലിപ്സ് കർവിലാണെങ്കിൽ Y ആക്സിസിൽ മെഷർ ചെയ്തിരിക്കുന്നത് മണി വേജ് റേറ്റ് ആണ്. മോഡിഫൈഡ് ഫിലിപ്സ് കർവിലാണെങ്കിൽ Y ആക്സിസിൽ മെഷർ ചെയ്തിരിക്കുന്നത് ഇൻഫ്ലേഷൻ ആണ്. അപ്പൊ ഇത് മാത്രമാണ് ഒറിജിനൽ ഫിലിപ്സ് കർവും മോഡിഫൈഡ് ഫിലിപ്സ് കർവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഒറിജിനൽ ഫിലിപ്സ് കർവ് വെച്ച് നോക്കുകയാണെങ്കിൽ വെൻ മണി വേജ് റേറ്റ് ഇൻക്രീസസ് അൺഎംപ്ലോയ്മെന്റ് ഡിക്രീസസ്. മണി വേജ് റേറ്റ് കൂടുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയുന്നു. അതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ മണി വേജ് റേറ്റ് കൂടുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് കുറയുന്നു. മോഡിഫൈഡ് ഫിലിപ്സ് കർവിലാണെങ്കിലോ വെൻ ഇൻഫ്ലേഷൻ ഇൻക്രീസസ് അൺഎംപ്ലോയ്മെന്റ് ഡിക്രീസസ്. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് കുറയുന്നു.
ഒറിജിനൽ ഫിലിപ്സ് കർവിലാണെങ്കിൽ നമ്മൾ ഇൻഫ്ലേഷന് പകരം യൂസ് ചെയ്യുന്നത് മണി വേജ് റേറ്റ് എന്നാണ്. മണി വേജ് റേറ്റ് കൂടുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് കുറയുന്നു. മോഡിഫൈഡ് ഫിലിപ്സ് കർവിലാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് കുറയുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിലിപ്സ് കർവിന്റെ ഷേപ്പാണ്. ഷേപ്പ് ഓഫ് ദ ഫിലിപ്സ് കർവ്. ഇറ്റ് ഈസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എന്താണ് ഫിലിപ്സ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്? നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. നെഗറ്റീവ്ലി സ്ലോപ്ഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടാണ് ഫിലിപ്സ് കർവിന്റെ ഷേപ്പ്. ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. അത് ഒറിജിന് കോൺവെക്സ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ഫിലിപ്സ് കർവിന്റെ ഷേപ്പ് എല്ലാവർക്കും മനസ്സിലായോ? ഫിലിപ്സ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അതുപോലെ ഇത് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. A high rate of unemployment was associated with a low rate of inflation. ഹൈ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഇൻഫ്ലേഷൻ എങ്ങനെയായിരിക്കും? ലോ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആയിരിക്കും. അതാണ് നമ്മൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞത് അല്ലേ? ഹൈ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആകുമ്പോൾ ലോ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആയിരിക്കും. ഇനി ലോ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണെങ്കിലോ ഹൈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആയിരിക്കും. അതാണ് ഇവിടെ നമ്മൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയാൻ കാരണം. ദ എക്കോണമി കാനോട്ട് ഒബ്റ്റെയിൻ എ ലോ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് സൈമൾട്ടേനിയസ്ലി വിത്ത് എ ലോ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. എക്കോണമിക്ക് ഒരിക്കലും ലോ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഉള്ള ആ ഒരു പീരീഡിൽ ലോ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് കഴിയില്ല. എക്കോണമിക്ക് ഒരിക്കലും ലോ റേറ്റ് ഓഫ് ഇൻഫ്ലേഷന്റെ സമയത്ത് ലോ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ ഇത്രയുമാണ് ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വേറൊരു വേർഷൻ ഉണ്ട്, ലോങ് റൺ ഫിലിപ്സ് കർവ് ഉണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പൊ ഇതുവരെയുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത്. മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോവുക. അപ്പൊ പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.